തമിഴ്നാട്ടിലെ ഭരണപ്രതിസന്ധിക്ക് വിരാമമിട്ട് എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 31 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 15 ദിവസങ്ങൾക്കകം മന്ത്രിസഭ ഭൂരിപക്ഷം തെളിയിക്കണം. അതേസമയം ധർമ്മസമരം തുടരുമെന്നോ പനീർശെൽവം വ്യക്തമാക്കി. ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിച്ചത് ചോദ്യം ചെയ്ത് DMK സ്റ്റാലിൻ രംഗത്തെത്തി. നാളെ പളനിസ്വാമിയും മന്ത്രിമാരും ജയിലിലെത്തി ശശികലയെ കാണും. വിശ്വാസ വോട്ടെടുപ്പ് ശനിയാഴ്ചയാണ്. கே பழனிசாமி என்னும் நான் சட்டப்படி அமைக்கப்பட்ட இந்திய அரசியலமைப்பின்பால் உண்மையான நம்பிக்கையும் രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സി വിദ്യാസാഗർ റാവു ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഏറ്റുചൊല്ലി എടപ്പാടി പളനിസ്വാമിയും 30 മന്ത്രിമാരും അധികാരമേറ്റതോടെയാണ് തമിഴ്നാട്ടിലെ ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമായത്. 124 MLA-മാരുടെ പിന്തുണയുള്ള ശശികലയുടെ അനുയായി എടപ്പാടി പളനിസ്വാമിയുടെ സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അനുവദിക്കണമെന്ന കാവൽ മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു പളനിസ്വാമിയെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചത്. 15 ദിവസത്തിനകം പളനിസ്വാമി മന്ത്രിസഭ ഭൂരിപക്ഷം തെളിയിക്കണം. അതേസമയം പൊരുതാനുറച്ച് പനീർസെൽവത്തിന്റെ നേതൃത്വത്തിലുള്ള വിമതപക്ഷവും രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കി. ധർമ്മസമരം തുടരുമെന്നും പാർട്ടിയിലെ കുടുംബവാഴ്ച അനുവദിക്കില്ലെന്നുമായിരുന്നു പനീർസെൽവത്തിന്റെ പ്രതികരണം. ശശികലയെ പാർട്ടി ജനറൽ സെക്രട്ടറിയായത് നിയമവിരുദ്ധമാണെന്ന പരാതിയുമായി പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്ന MP-മാർ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ രൂപീകരണത്തിന് പളനിസ്വാമിക്ക് അനുമതി നൽകിയ ഗവർണറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവും DMK വർക്കിംഗ് പ്രസിഡന്റുമായ MK സ്റ്റാലിൻ ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസത്തെ സമയം അനുവദിച്ചത് കുതിരക്കച്ചവടത്തിന് വഴിയൊരുക്കുമെന്ന് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായെങ്കിലും പളനിസ്വാമി ഭൂരിപക്ഷം തെളിയിക്കുന്നതുവരെയുള്ള ദിവസങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. നിലവിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും വിലപേശലോ കുതിരക്കച്ചവടമോ നടന്നാൽ നിലവിലെ കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. തികച്ചും അപ്രതീക്ഷിതമായാണ് പളനിസ്വാമി തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അവസാന നിമിഷം വരെ സജീവ പരിഗണനയിലുണ്ടായിരുന്ന സെങ്കോട്ടയ്യനെ മറികടന്നാണ് പളനിസ്വാമിയുടെ കടന്നുവരവ്. ജയലളിതയ്ക്ക് ശേഷം ശശികലയുടെയും വിശ്വാസ്യത നിലനിർത്താനായതാണ് തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന പളനിസ്വാമിക്ക് നറുക്ക് വീഴാൻ കാരണം. അണ്ണാദുരൈ, MGR, ജയലളിത ഉൾപ്പെടെ തമിഴകത്തിന്റെ ദൈവസമാനമായ നേതാക്കളുടെ പിന്മുറക്കാരനായി ഇനി മുഖ്യമന്ത്രി കസേരയിൽ എടപ്പാടിയുടെ സ്വന്തം കെ പളനിസ്വാമി. സേലത്തെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ കടുത്ത MGR ആരാധകൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് നാടകീയവും അപ്രതീക്ഷിതവുമായി. കോടതി വിധി വന്ന ശേഷം ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സജീവ പരിഗണനയിലായിരുന്ന സെങ്കോട്ടയ്യന് പകരം പളനിസ്വാമിയെ ശശികല നേതാവായി പ്രഖ്യാപിച്ചത്. പനീർസെൽവത്തിനൊപ്പം ജയലളിത നേരത്തെ പരിഗണിച്ച നേതാവ് കൂടിയായിരുന്നു പളനിസ്വാമി. ശശികലയുമായി ഏറ്റവും അടുത്ത വിശ്വാസ്യത നിലനിർത്താനായതാണ് ഹൈവേ തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് നറുക്കു വീഴാൻ കാരണം. സേലത്തെ ക്ഷീര കർഷകർക്കിടയിൽ പ്രവർത്തനം തുടങ്ങിയ പളനിസ്വാമി തമിഴ്നാട് സിമന്റ് കോർപ്പറേഷൻ ചെയർമാൻ, എൻഡോൺമെന്റ് ബോർഡ് ചെയർമാൻ തുടങ്ങിയ പദവികളിലൂടെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നത്. പിന്നീട് 1989 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം 1991 2011 2016 ആവർത്തിക്കാനായി. 1998 ലോക്സഭാംഗം, 35,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ 2011 വിജയം ജയലളിത മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിപദം സമ്മാനിച്ചു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 42,000 വോട്ടിനായിരുന്നു വിജയം. ഇതോടെ പളനിസ്വാമിക്ക് ശേഷം 3ാം മന്ത്രിപദം ജയലളിത മന്ത്രിസഭയിൽ പളനിസ്വാമിയെ തേടിയെത്തി. ഇക്കാലയളവിൽ ശശികലയുടെ രാഷ്ട്രീയ ഭരണ ഇടപെടലുകളിൽ ഒരു എതിർപ്പുമില്ലാതെ സഹകരിച്ചത് പളനിസ്വാമിയുടെ മികവിന് കാരണമായി. ജയലളിതയ്ക്ക് പനീർസെൽവം എങ്ങനെയായിരുന്നോ അതുതന്നെയാണ് ചിന്നമ്മ ശശികലയ്ക്ക് പളനിസ്വാമി. പനീർസെൽവത്തെ മുൻനിർത്തി തമിഴ് രാഷ്ട്രീയം ജയലളിത ഭരിച്ചതുപോലെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് പളനിസ്വാമിയിലൂടെ നിയന്ത്രിക്കാമെന്ന് ശശികലയും ആശ്വസിക്കുന്നു. മനുശങ്കർ, ദില്ലി. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ അഴിമതി ആരോപണത്തിൽ കഴമ്പില്ല എന്ന് വിജിലൻസ്. നടപടി സദുദ്ദേശത്തോടെയായിരുന്നുവെന്ന് വ്യക്തമാക്കി വിജിലൻസ് കോടതിയിൽ ദ്രുതപരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ നേരിട്ട് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 10,34,00,000 രൂപയുടെ അഴിമതി നടന്നെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിജിലൻസിന്റെ ദ്രുതപരിശോധനാ റിപ്പോർട്ട്. അടഞ്ഞുകിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇറക്കുമതിയെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഇടപെടൽ സദുദ്ദേശത്തോടെയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത സ്ഥാപനങ്ങളെ ഒഴിവാക്കി കോർപ്പറേഷൻ നേരിട്ട് ഇറക്കുമതി നടത്തിയത് അഴിമതിക്കാണെന്ന പരാതിക്കാരന്റെ വാദവും വിജിലൻസ് തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതി നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് വിജിലൻസ് ദ്രുതപരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചത്. കാപെക്സ് മുൻ ഡയറക്ടർ ബോർഡ് അംഗവും മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവുമായ P. തുളസീധരക്കുറുപ്പ്, കോർപ്പറേഷൻ MD സേവ്യർ എന്നിവർക്കെതിരെയും വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു.
നേരത്തെ നിയമസഭയിൽ കോൺഗ്രസ് MLA VD സതീഷിനാണ് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിലർ KAS-നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവർ അത് മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറാകണം. ആരെതിർത്താലും KAS നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരാവകാശ നിയമത്തിന് സംസ്ഥാന സർക്കാർ എതിരല്ല. വിഷയത്തിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിനെതിരെ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ജീവനക്കാർ സമരം ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സർവീസ് മേഖലയ്ക്ക് ദോഷം വരുന്നതല്ല KAS. സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അത് അവർ മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകണം. ആരെതിർത്താലും KAS നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത് സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം മാത്രം ആണ് ഇപ്പോൾ തെറ്റിദ്ധരിച്ച് നിൽക്കുന്നത്. അത് മനസ്സിലാക്കി തിരുത്താൻ അത്തരം ആളുകൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എതിർത്താലും ഇത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇത് നടപ്പാക്കാൻ പുറപ്പെട്ടവർ തന്നെ ചിലർ എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ കൂടെ ചേരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത് അങ്ങനെ ചേരുന്നവർ പരിശോധിക്കേണ്ട കാര്യമാണ്. ജീവനക്കാർക്കൊപ്പമാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. KAS നാട് ആവശ്യപ്പെടുന്നതാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഈ സർക്കാർ പുതുതായി കൊണ്ടുവന്നതല്ല ഇതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവരാവകാശ നിയമത്തിന് സർക്കാർ എതിരാണ് എന്ന വാർത്തകൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തിലാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അതേപോലെ വെബ്സൈറ്റിലിടുന്ന ഒരു ഗവൺമെന്റ് ഉള്ളത്? എന്തിനാണ് പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നത്? ആർക്ക് വേണ്ടിയാണത്? എന്താണ് അതിന്റെ ഉദ്ദേശം? സർക്കാരിനെതിരെ അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ പറയാനുള്ള കഴിവൊന്നും ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഓർമ്മിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിനെതിരെ ജോലി ബഹിഷ്കരിച്ച് സമരം ചെയ്ത ഒരു വിഭാഗം ജീവനക്കാരുടെ ശമ്പളം തടയാൻ സർക്കാർ തീരുമാനം. ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. UDF അനുകൂല സംഘടനയാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ജോലി ബഹിഷ്കരിക്കുന്ന ജീവനക്കാരുടെ നിലപാട് അംഗീകരിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്നതിനെതിരെ ഒരു വിഭാഗം ജീവനക്കാരുടെ 50 ദിവസം നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി ഇന്നലെ വിളിച്ച യോഗത്തിലും തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ജീവനക്കാരുടെ ജോലി ബഹിഷ്കരണം ഇന്ന് നടന്നത്. എന്നാൽ സമരം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ജോലി ബഹിഷ്കരിക്കുന്ന ജീവനക്കാരുടെ ശമ്പളം തടയാൻ സർക്കാർ തീരുമാനിച്ചു. ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാജർ നില പരിശോധിച്ച് സമരത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകാൻ സെക്ഷൻ ഓഫീസർമാരോടും ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശമ്പളത്തെയും സ്ഥാനക്കയറ്റത്തെയും ബാധിക്കാതെ KAS പരിഷ്കരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ വാദം അംഗീകരിക്കുന്ന CPIM അനുകൂല സംഘടന മറ്റ് സംഘടനകളുടെ പ്രതിഷേധം അനവസരത്തിലാണെന്നും പ്രതികരിച്ചു. കോൺഗ്രസ് അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ജീവനക്കാരാണ് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുന്നത്. ജോലി ബഹിഷ്കരിച്ച ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഇന്നത്തെ സൂചനാ പണിമുടക്കിന് ശേഷം ഉപവാസവും നിരാഹാരവും അടക്കം സമരം ശക്തിപ്പെടുത്താനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അറിയാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കണമെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിയുന്നതുവരെ അതിൻ്റെ രഹസ്യ സ്വഭാവമുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്യമാണ്. ഇത് നിയമം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് അവർ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിൻ്റെ ബാധ്യത എന്ന് പറയുന്നത്. ഈ വിവരാവകാശ നിയമം അനുവദിക്കുന്ന അവകാശങ്ങൾ പൗരന്മാർക്ക് സംരക്ഷിച്ച് നൽകാൻ ബാധ്യതയുള്ള ഇടതുപക്ഷമാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത് എന്ന് ഓർമ്മിച്ച് അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം. ലാവ്ലിൻ കേസ് വേഗത്തിൽ പരിഗണിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ കക്ഷിയല്ലാത്തവർ ഇടപെടേണ്ടതില്ലെന്ന് കോടതി. അതേസമയം കേസ് പരിഗണിക്കുന്നതിനിടയിൽ മാധ്യമങ്ങൾക്ക് നേരെ വിമർശനവും ഉയർന്നു. കേസ് കേൾക്കുന്നതിന് കോടതിക്ക് നടപടിക്രമങ്ങളുണ്ടെന്നും അത് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നും കോടതി വ്യക്തമാക്കി. ലാവ്ലിൻ കേസിൽ CBI ഒത്തുകളിക്കുന്നു എന്ന വിമർശനത്തോടെ കഴിഞ്ഞ ദിവസം ഒരു മലയാള ചാനൽ നടത്തിയ ചർച്ചയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. കേസ് നടത്തിപ്പ് ബോധപൂർവം വൈകിപ്പിക്കുന്നു തുടങ്ങിയ ചാനൽ ചർച്ചയിലെ പരാമർശങ്ങളെയാണ് കോടതി വിമർശിച്ചത്.
കേസ് കേൾക്കുന്നതിന് കോടതിക്ക് നടപടിക്രമങ്ങളുണ്ടെന്ന് ജസ്റ്റിസ് പി ഉബൈദ് വ്യക്തമാക്കി. അത് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കോടതി നടപടിക്രമങ്ങൾ യാന്ത്രികമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ചാനൽ ചർച്ചകളിലല്ല കോടതിയുടെ നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നത്. കോടതി നടപടി ചാനലുകൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. ഇതിനിടെ ലാവ്ലിൻ ഹർജി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും കോടതി തള്ളി. മാധ്യമപ്രവർത്തകനായ MR അജയൻ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. കേസിൽ കക്ഷിയല്ലാത്തവർക്ക് ഇടപെടാനാവില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി. ലാവ്ലിൻ കേസിൽ CBI സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 9 മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് സമാധിയായി. 86 വയസ്സായിരുന്നു. ചികിത്സാരംഗത്തും ആത്മീയരംഗത്തും തന്റേതായ സവിശേഷ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു സ്വാമി. സംസ്കാരം നാളെ 3 മണിക്ക് പാലപ്പുറം പള്ളിയം മഠത്തിൽ നടക്കും. സ്വാമിയുടെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ നിന്നും പോലീസ് രക്തക്കറ കണ്ടെത്തി. കോളേജ് നാളെ തുറക്കാനിരിക്കെ അന്വേഷണ സംഘം ഇന്ന് നടത്തിയ പരിശോധനയിലാണ് രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നത്. ജിഷ്ണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറിയിലും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജിഷ്ണുവിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 1-ാം പ്രതിയായ കോളേജ് ചെയർമാൻ P. കൃഷ്ണദാസിനെ 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം കോളേജിലെത്തി വീണ്ടും പരിശോധന നടത്തിയത്. നാളെ കോളേജ് തുറക്കാനിരിക്കെ ക്ലാസ് മുറികളിലും ഓഫീസിലും അവശേഷിക്കുന്ന തെളിവുകൾക്കായി പരിശോധന നടത്തിയ സംഘം PRO സഞ്ജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ഇടിമുറി എന്ന വിദ്യാർത്ഥികൾ വിശേഷിപ്പിക്കുന്ന PROയുടെ മുറിയിൽ ജിഷ്ണുവിനെ മർദ്ദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കോപ്പിയടിച്ചെന്നാരോപിച്ച ഇടിമുറിയിലെത്തിച്ച ജിഷ്ണുവിനെ വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, ഇൻവിജിലേറ്റർ CP പ്രവീൺ, പരീക്ഷാ ചുമതല വഹിച്ചിരുന്ന വിപിൻ എന്നിവർ ചേർന്ന് മർദ്ദിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇന്ന് കണ്ടെത്തിയത്. ജിഷ്ണുവിന്റെ ഹോസ്റ്റൽ മുറിയിലെ ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ജിഷ്ണുവിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് അധികൃതരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് VS അച്യുതാനന്ദൻ. ജിഷ്ണു പ്രണോയിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ജിഷ്ണു കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി CP ഉദയഭാനുവിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് VS അച്യുതാനന്ദൻ ജിഷ്ണുവിന്റെ വളയത്തെ വീട്ടിലെത്തിയത്. ജിഷ്ണുവിന്റെ അമ്മ മഹജിയെയും അച്ഛൻ അശോകനെയും സഹോദരി അവിഷ്ണയെയും VS ആശ്വസിപ്പിച്ചു. താൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ജിഷ്ണുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോളേജ് അധികൃതരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുകയും ഉടനെ തന്നെ ചോദ്യങ്ങൾ ചെയ്താൽ പ്രതികളെ എല്ലാം തന്നെ ഒന്നൊഴിയാതെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള അറസ്റ്റും ആവശ്യമായ നടപടികളും ഉടനടി തന്നെ ആരംഭിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ജിഷ്ണുവിന്റേത് കൊലപാതകമാണെന്നും തെളിവുകൾ കയ്യിലുണ്ടെന്നും ബന്ധുക്കൾ VSനെ അറിയിച്ചു. ജിഷ്ണു കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ മഹിജ മുഖ്യമന്ത്രി പിണറായി വിജയനും VSനും കത്തു നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പഴമയിൽ നിന്നും യാതൊരു മാറ്റവുമില്ലാതെയാണ് മരാമൺ കൺവെൻഷൻ 122ാം വർഷവും പുരോഗമിക്കുന്നത്. പഴയ ഓലപ്പുരയും രാത്രി പ്രാർത്ഥനയിലെ സ്ത്രീപ്രവേശന നിരോധനവുമെല്ലാം മരാമൺ കൺവെൻഷൻ ഇപ്പോഴും പിന്തുടരുന്ന ചരിത്രത്തിന്റെ ഭാഗമാണ്. പണക്കൊഴുപ്പിന്റെ ആധുനിക കാലഘട്ടത്തിൽ കൺവെൻഷനുകളും മീറ്റിംഗുകളുമെല്ലാം വലിയ AC മുറികളിലേക്ക് ചുരുങ്ങുകയാണ് പതിവ്. എന്നാൽ മരാമൺ കൺവെൻഷൻ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായി അതിനും അപ്പുറത്തേക്ക് ചരിത്രത്തിന്റെ ചുവട് പിടിച്ചു മാത്രമാണ് പുരോഗമിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യ കൺവെൻഷൻ പമ്പാ നദിക്കരയിലെ ചെറിയ പ്രാർത്ഥനയായി ആരംഭിച്ചപ്പോൾ അതെങ്ങനെയായിരുന്നു അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ ഇപ്പോഴും സഭ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ്. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഇത്തവണ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം വന്നപ്പോഴും സഭ അത് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞതും അതുകൊണ്ട് തന്നെ. മരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിന് മാറ്റം വരുത്താൻ സഭയൊരിക്കലും താല്പര്യപ്പെടുന്നില്ലെന്നും ആരെയും അതിന് അനുവദിക്കില്ലെന്നും സഭാ അധ്യക്ഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചരിത്രം മാറ്റി എഴുതരുത്. അങ്ങനെ സഭയുടെ കൺവെൻഷനാണിത്. ഒരു അംഗീകൃത സ്ഥാപനയുടെ കമ്മിറ്റികളുടെ തീരുമാനപ്രകാരം ഇതിന്റെ നടത്തിപ്പുകൾ മാറ്റാൻ അവകാശവുമില്ല, അധികാരവുമില്ല, സാധ്യവുമല്ല. വേനൽക്കാലത്തെ കടുത്ത ചൂടിനെ പ്രതിരോധിക്കുക മരാമൺ കൺവെൻഷൻ നേരിട്ട വലിയ വെല്ലുവിളിയായിരുന്നു.
പമ്പാ നദിക്കരയിലെ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ വിശ്വാസത്തിന്റെ വലിയ കൂട്ടായ്മക്ക് തണലേകുന്നത് ഓല കൊണ്ടുണ്ടാക്കിയ ഈ പന്തലാണ്. ലക്ഷക്കണക്കിന് തെങ്ങോലകൾ കൊണ്ടുണ്ടാക്കിയ വലിയ പന്തലാണ് ഇവർക്ക് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഏക ആശ്രയവും. വിവിധ പള്ളികൾക്കായിരുന്നു കൺവെൻഷന്റെ വലിയ പന്തൽ നിർമ്മിക്കാൻ ചുമതലകൾ നൽകിയിരുന്നത്. ഇതോടൊപ്പം തന്നെയുള്ള വിവിധ ഭദ്രാസനങ്ങൾക്കായുള്ള സ്റ്റാളുകൾ നിർമ്മിച്ചതും തെങ്ങോലകൾ ഉപയോഗിച്ച് തന്നെയാണ്. മരാമൺ കൺവെൻഷൻ ആവശ്യമായ കുടിവെള്ളം നൽകുന്നത് സംസ്ഥാന ജലവിഭവ വകുപ്പാണ്. കുടിവെള്ളത്തിനായി നിരവധി RO കുടിവെള്ള പൈപ്പുകളാണ് വിവിധ ഇടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. മരാമണിൽ നിന്നും ബിജേഷ് നടുവിൽ. ലക്ഷ്മി നായരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ മാസം 23 വരെ ഹൈക്കോടതി തടഞ്ഞു. വിദ്യാർത്ഥിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷ്മി നായർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസൻ 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആരോഗ്യരംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ആർദ്രം ദൗത്യം എന്ന രോഗി സൗഹൃദ ആശുപത്രി സംരംഭത്തിന് തുടക്കമായി. ആർദ്രം ദൗത്യം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് ആശുപത്രികളിൽ നിലനിൽക്കുന്ന ഭാരിച്ച ചികിത്സാ ചെലവ് കുറച്ചുകൊണ്ടുവരാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയിൽ വരുന്ന രോഗികളുള്ളതും സൗഹാർദ്ദപരവുമായ സേവനങ്ങൾ, താലൂക്ക് ജില്ലാതല ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പ്രവർത്തന മേഖല വിപുലമാക്കൽ, രോഗികൾക്ക് പ്രോട്ടോകോൾ പ്രകാരം ഗുണമേന്മയുള്ള ചികിത്സയും പരിചരണവും ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ആർദ്രം ദൗത്യം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇത് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചികിത്സക്ക് തോന്നിയ പോലെ ചാർജ് ഈടാക്കാൻ പറ്റില്ല. അതിനൊരു ക്രമീകരണം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ന്യായമായ ചികിത്സാ ചെലവ് എല്ലാവർക്കും ലഭിക്കണം. അതെങ്ങനെ എന്നത് സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നൂതന പദ്ധതിയായ നവകേരളം മിഷന്റെ ഭാഗമായാണ് ആർദ്രം ദൗത്യം നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഈ മാസം 20 നടക്കും. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇ ചന്ദ്രശേഖരൻ, ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി, മേയർ VK പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.